നമസ്കാരം, നന്ദകുമാറാണ്. ഡിജോ ചെയ്ത പടത്തിൻ്റെ വിവാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ക്രിപ്റ്റ് മോഷ്ടിച്ചു, കണ്ടന്റ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്കൊരു കഥ പറയാനുള്ളത്, ഈ ക്യൂൺ സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ലുലു മാളിൽ വെച്ച് കാണുന്നുണ്ടായി. അന്നപ്പം ക്യൂണിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നൊരു എനിക്ക് തോന്നുന്നവൻ അന്ന് അതിൻ്റെ എക്സിക്യൂട്ടീവ് കൺട്രോളർ പ്രൊഡക്ഷൻ മാനേജർ എന്തോ ആയിരുന്നു തോന്നുന്നത്. അപ്പം അങ്ങനെ ക്യൂണിൻ്റെ പുള്ളി വന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ക്യൂൺ സിനിമയുടെ അത് പ്രൊഡ്യൂസ് ചെയ്ത സമയത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ പുള്ളി പറഞ്ഞാണ്. ആ സിനിമ വർക്കൗട്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിജോ ഭയങ്കരമായിട്ട് വളർന്നു. ജനഗണമന പോലത്തെ സിനിമകൾ ചെയ്തു. അങ്ങനെയുള്ള ഒരു ഡയറക്ടർക്ക് പിന്നീട് ഇങ്ങനെ ഒരു കഥ മോഷ്ടിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമാണ്. കാര്യം സിനിമയുടെ മേക്കിങ്ങും ഈ പറയുന്ന പോലത്തെ കാശുണ്ടെങ്കിൽ ആർക്കും എങ്ങനെ അടിപൊളിയായിട്ട് മേക്ക് ചെയ്യാം. നല്ല കാശ് ഇൻവെസ്റ്റ് ചെയ്താൽ ആർക്കും എങ്ങനെ വേണമെങ്കിലും മേക്ക് ചെയ്യാം. അത്യാവശ്യം പണിയറിയാവുന്ന ഏത് ഡയറക്ടർക്കും എങ്ങനെ വേണമെങ്കിലും മേക്ക് ചെയ്യാം. പിന്നെ സ്ക്രിപ്റ്റും ഈ പറയുന്ന പോലെ തന്നെ കാശുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നല്ല റൂമൊക്കെ എടുത്തിരുന്ന് ആ പറയുന്ന പശ്ചാത്തലത്തിൽ പോയിട്ട് നമുക്ക് ഏത് വഴി വേണമെങ്കിലും നമുക്ക് കഥ എഴുതാം. അതായത് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബേസിക് കാര്യം പറയുന്നത്, നമുക്കിപ്പം കൊച്ചിയിൽ നിന്ന് ബോംബെക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വഴി വേണമെങ്കിലും വരാമല്ലോ. നമുക്ക് കൊച്ചിയിൽ നിന്ന് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് പോയിട്ട് അമേരിക്കയിൽ നിന്ന് പിന്നെ കറങ്ങി ചെന്നൈ വന്നിട്ട് ചെന്നൈയിൽ നിന്ന് വേണമെങ്കിൽ ബോംബെക്ക് വരാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നടന്നു വരാം, നമുക്ക് ഫ്ലൈറ്റിന് വരാം, നമുക്ക് ട്രെയിനിന് വരാം, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വരാം. അപ്പോൾ ആ വരുന്നതിനെയാണ് നമ്മൾ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? ബോംബെക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു പടത്തിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ത്രെഡ് ഒരേപോലത്തെ ചിന്ത പലർക്കും വരുമെന്ന് പറയുന്ന ഒരു പൊട്ട തിയറി ഉണ്ട്. ഒരേപോലത്തെ ചിന്ത പലർക്കും വരുന്നു. അത് ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പലരും പറയുന്ന ഒരു പരിപാടി. ഒരേപോലത്തെ ചിന്ത ഒരിക്കലും ഒരേപോലത്തെ ചിന്ത പലർക്കും വരില്ല. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലീഡ് എവിടുന്നെങ്കിലും കിട്ടണം. ഒരു ലീഡും കിട്ടാതെ ഒരേപോലത്തെ ചിന്ത എങ്ങൊന്നും വരില്ല. അതായത് ലീഡ് എന്ന് പറയുന്നത്, ഇപ്പം ഞാനിപ്പോൾ എഴുതിയിടുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ആ പോസ്റ്റ് കണ്ടിട്ട് ഒരാൾക്ക് ഒരു തോന്നലുണ്ടാവുന്നു. ആ തോന്നലിൽ നിന്ന് അടുത്ത ലൈനിലേക്ക് അയാൾ പോയിട്ട് അയാളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ പറയുന്നു. ആ ഫ്രണ്ട്സ് സർക്കിളിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അയാൾ വീണ്ടും അടുത്ത ലെയറിലേക്ക് പോകുന്നു. അങ്ങനെ പോയി വേണമെങ്കിൽ ഈ ത്രെഡ് വേറൊരു രീതിയിൽ വേറൊരാളുടെ കയ്യിൽ കിട്ടുക. അപ്പോൾ അങ്ങനെ അയാൾ അത് മേക്ക് ചെയ്യുക. അപ്പോഴാണ് ഈ പറയുന്ന പോലെ ഈ ചിന്ത തന്നെയാണല്ലോ ആ ചിന്ത എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, ഒഫീഷ്യലി ഒരാൾക്ക് തോന്നുന്ന തോന്നൽ വേറൊരാൾക്ക് തോന്നില്ല. അങ്ങനെ തോന്നണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടണം. അതാണ് ആക്ച്വലി ബ്രെയിനിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന തോന്നൽ വേറൊരാൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് തോന്നിയ തോന്നലിൽ തന്നെ വേറൊരാൾ അതേ തോന്നൽ തന്നെ തോന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ ലീഡ് പോലെയാണ്. ഏതെങ്കിലും ഒരു ലീഡ് വേണം. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ചിലർ മെസ്സേജ് അയക്കും. നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പോൾ ആ പുള്ളിനെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പോൾ ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ട്, ഓക്കെ, അവളെക്കുറിച്ചോ നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അവൾ നമുക്ക് മെസ്സേജ് അയക്കും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വൈഫ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കും. അപ്പോൾ ആ ഒരു മൈന്യൂട്ടഡ് സെക്കൻഡിൽ നമുക്ക് വരുന്ന ഒരു പാത്ത് ഓഫ് കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷനും ഈ പറയുന്ന പോലെ തന്നെ തോന്നാം. ഇപ്പോൾ എനിക്ക് തോന്നുന്ന പോലത്തെ അതെങ്ങനെയാണ് തോന്നുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന പാട്ട് അപ്പുറത്തിരിക്കുന്നവൻ പാടും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന പാട്ട് അപ്പുറത്തിരിക്കുന്നവൾ പാടും. അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി, എടാ ഈ പാട്ടാണല്ലോ ഞാൻ എൻ്റെ മനസ്സിൽ പാടിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഒരു വേവ് ഓഫ് കണക്ഷൻസ് അത് തമ്മിൽ വേണം. 2 നമ്പർ ഉണ്ടെങ്കിലല്ലേ ബ്രോ ഫോൺ വിളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ എങ്ങനെ വിളിക്കുന്നത്? അതുപോലെ തന്നെയാണ് കണക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ശുദ്ധമായിട്ടുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഈ പരിപാടിയിൽ. അത് എത്രയൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തി ഡിജോയോട് ഈ കഥ പറയുകയും ഡിജോ അത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയും ചെയ്ത സ്ഥലത്തു നിന്ന് അതിൻ്റെ ഒരു എലമെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ഈ പുള്ളി എഴുതിയ കഥ വല്ല ക്ലീശയാണോ എങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയില്ല. കാര്യം അത് പ്രൊജക്റ്റ് ആയില്ല, അത് വായിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ആ പുള്ളിനെ യാതൊരുവിധ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാതെ ആ പുള്ളിയെ ഭയങ്കരമായിട്ട് എതിർത്തുകൊണ്ട് വന്നിരുന്ന് സംസാരിച്ചതും, പിന്നെ സിനിമയുടെ തലേ ദിവസമാണോ കരുതി എഴുതിയിടുന്നതെന്ന് ചോദിക്കുന്ന പോലത്തെ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാര്യം അങ്ങനത്തെ ഇതുപോലത്തെ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. സിദ്ദിഖ് ലാൽ ടീമുകൾക്ക് പണ്ടിങ്ങനെ കേട്ടിട്ടുണ്ട്, സിദ്ദിഖ് ലാൽ സിനിമയുടെ പടവും ഇങ്ങനെ പോയിട്ടുണ്ട്. ബ്രോ, ഞാനിപ്പോഴും പറയുന്നു, ഒരു സിനിമയുടെ ഒരു ഐഡിയ കിട്ടുന്നത് യൂണിവേഴ്സൽ ഗിഫ്റ്റാണ്. അല്ലാതെ നമ്മൾ വീട്ടിൽ അടുക്കളപ്പുറത്തുനിന്ന് എടുക്കുന്നതല്ല. ദാറ്റ്സ് എ യൂണിവേഴ്സൽ ഗിഫ്റ്റ്. അത് എവിടുന്ന് വരുന്നു, എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു നമുക്കറിയത്തില്ല.
ഇപ്പോൾ ഈ കറണ്ട്, ഇപ്പോൾ എൻ്റെ പുറകിൽ ലൈറ്റ് കാണുന്നുണ്ട്, ഈ ലൈറ്റ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചവൻ, അവൻ്റെ ഉള്ളിൽ തോന്നിയൊരു തോട്ടാണത്, ലൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആ തോട്ട് വേറൊരാൾക്ക് വരാതെ അവന് മാത്രം വന്നത് യൂണിവേഴ്സ് അയാളെ സെലക്ട് ചെയ്തത് കൊണ്ടാണ്. ഓക്കെ, ചിലപ്പോൾ അയാൾക്ക് കഴിവുണ്ടാവില്ല. അപ്പോൾ ആ കഴിവില്ല എന്ന് പറയുന്നത് തന്നെ അയാൾക്ക് ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പം മാനസികമായിട്ടുള്ള ധൈര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും, അല്ലെങ്കിൽ അയാൾ മടിയനായിരിക്കും. അങ്ങനെയുള്ള പല സമയങ്ങളിലാണ് ഈ സാധനം മൂവ് ഓൺ ആവാത്തത്. അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർ ചിലപ്പോൾ അത് വർക്കൗട്ടാക്കി പുറത്തേക്ക് കൊണ്ടുവരും. പക്ഷേ എന്നാലും ഒരു താങ്ക്സ് എങ്കിലും പറയാമല്ലോ. അയാളുടെ ഉള്ളിൽ വന്നൊരു തോട്ടല്ല, അയാൾക്കൊരു ഗിഫ്റ്റ്, അയാളുടെ ഗിഫ്റ്റ്. അതിപ്പോൾ ഞാൻ പറയുന്നത് അയാളുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ കിട്ടിയൊരു ഗിഫ്റ്റ്, ആ ഗിഫ്റ്റാണ് നിങ്ങൾ എടുത്തിട്ട് വലിയൊരു പരിപാടി ഒപ്പിച്ച് വെച്ചതെന്നാണ് പറയുന്നത്. ഞാൻ ആ പടം കണ്ടിട്ടില്ല ആക്ച്വലി. ഞാൻ ആ പടം കാണാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ടിക്കറ്റ് എടുത്തു, പക്ഷേ ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ടിക്കറ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഒരു ഈ പറയുന്ന പോലെ തന്നെ എന്താ ആ പെങ്കൊച്ചുമായിട്ട് ചെറിയ തർക്കമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് എനിക്കത് പിന്നെ കാണാൻ പറ്റിയില്ല. അപ്പം മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര മോശമായി പോയത്, കൈ അഴയ്ക്കുന്നത് ഭയങ്കര മോശമായിപ്പോയി. അപ്പോൾ അതിന് എന്തെങ്കിലും ലിസ്റ്റിൻ ഷീപ്പ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ നല്ല പ്രൊഡ്യൂസറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡ്യൂസറാണ്, ഭയങ്കരമായിട്ട് ഒരുപാട് നല്ല 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 വർക്കുകൾ ചെയ്ത പ്രൊഡ്യൂസറാണ്. അപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ ചിലപ്പോൾ കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ കാര്യം അറിയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ പരിപാടിയിൽ നിന്ന് സോൾവ് ചെയ്ത് ഇൻഡസ്ട്രിക്ക് നാണക്കേട് ഉണ്ടാക്കാത്ത രീതിയിൽ, ഇപ്പോൾ രണ്ട് കൂട്ടരും ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് മറ്റേ പുള്ളീനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. കാര്യം അയാളുടെ ഉള്ളിലുള്ള ഒരു ഇതാണ് പുള്ളി ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് നാണക്കേട് വരാത്ത രീതിയിൽ നിങ്ങളത് എങ്ങനെയും സോൾവ് ചെയ്ത് ആ പരിപാടി തീർത്ത് അടുത്ത എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വർക്ക് ചെയ്ത് പോവുക എന്നുള്ള പരിപാടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വേണമെങ്കിൽ ഉപദേശമായിട്ട് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു പബ്ലിക്കിൻ്റെ ഒരു റെസ്പോണ്ടായിട്ട് എടുക്കുക, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എങ്ങനെ എടുത്താലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇത് തന്നെയാണ് എന്ത് തോന്നുന്നു ഓൾമോസ്റ്റ് ഇതിനെക്കുറിച്ചിട്ട് അറിയാവുന്ന എല്ലാവർക്കും ഉള്ള അഭിപ്രായം തോന്നുന്നു. അപ്പം ബൈ. ഇപ്പോൾ മുംബൈ വന്നു അടിപൊളി സൂപ്പർ നന്നായിട്ടുണ്ട്. മുംബൈ നന്നായിട്ടുണ്ട്. മുംബൈയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ എനിക്കിപ്പോൾ ഇത് പറയണമെന്ന് തോന്നിയപ്പോൾ പറഞ്ഞാണ്. താങ്ക് യു.